بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر إنا أعطيناك الكوثر إن തീർച്ചയായിട്ടും നാം അഅ്തൈനാക അങ്ങേക്ക് നൽകിയിരിക്കുന്നു, താങ്കൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസറ ധാരാളം നന്മ നൽകിയിരിക്കുന്നു, അതല്ലെങ്കിൽ ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. ഫസ്വല്ലി റബ്ബിക വൻഹർ, ഫസ്വല്ലി ഹൗദുൽ കൗസർ അതല്ലെങ്കിൽ ധാരാളം നന്മ താങ്കൾക്ക് നൽകിയ കാരണം കൊണ്ട് തന്നെ ഫസ്വല്ലി റബ്ബിക താങ്കളുടെ നാഥന് വേണ്ടി താങ്കൾ ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക. വൻഹർ താങ്കളുടെ നാഥന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ മാത്രം ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, ഇന്ന ഷാനിഅക അങ്ങയോട് വിദ്വേഷം കാണിക്കുന്നവൻ, ഹുവൽ അബ്തർ അവനാണ് കുടുംബം അറ്റവൻ, അവനാണ് വംശനാശം സംഭവിച്ചവൻ, അവനിക്ക് പിൻഗാമികളോ അവനെ സ്നേഹിക്കുന്നവരോ ഉണ്ടാവുകയില്ല. ഈ സൂറത്തിന്റെ പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മകൻ മരണപ്പെട്ടപ്പോൾ ബഹുദൈവാരാധകരുടെ നേതാവായ അബൂലഹബ് പറയുകയുണ്ടായി, ബുത്തിറ മുഹമ്മദുൻ അല്ലൈലത, മുഹമ്മദിന്റെ കുടുംബം അറ്റുപോയിരിക്കുന്നു, ഇനി മുഹമ്മദിന് മക്കൾ ഉണ്ടാവുകയില്ല, മുഹമ്മദിന് സന്താനമുണ്ടാവുകയില്ല എന്ന് അബൂലഹബ് പറയുകയുണ്ടായി. അപ്പോഴാണ് ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ എന്ന ആയത്ത് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ആ അവിടത്തെ ഉന്നതമായ മഖാമിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരു സംസാരമോ ഒരു പ്രവർത്തനമോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ ഇഷ്ടപ്പെടുകയില്ല. എന്ന് മാത്രമല്ല, അവൻ്റെ ആഖിബത്ത്, അവൻ്റെ അവസാന ജീവിതം അത് ഭയാനകമായിരിക്കുമെന്നുള്ളതിലേക്കുള്ള സൂചന കൂടി ഈ സൂറത്ത് നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊരു പാഠം, ഒരു വിശ്വാസി എപ്പോഴും അദ്ദേഹത്തിനിക്ക് ലഭിക്കുന്ന നിഅമത്തിന്, അള്ളാഹു ചെയ്യുന്ന ഔദാര്യങ്ങൾക്ക് നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? അത് അള്ളാഹുവിന് കൂടുതൽ ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട് ദോഷങ്ങളിൽ നിന്ന് ഒഴിവാവുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു, ധാരാളം നന്മ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറയുന്നത് ഫസ്വല്ലി ലിറബ്ബിക, ആ നന്മക്ക് പകരമായി താങ്കളുടെ നാഥന് ആരാധന സമർപ്പിക്കുക, ആരാധിക്കുക എന്നാണ്. ഈ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിദ്വേഷം കാണിക്കുന്നവന്റെ സന്താനം അത് അറ്റുപോകുന്നതാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം നന്മ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വിവക്ഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അഹ്ലു ബൈത്ത് അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നുള്ളതാണ്.